എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BLDC ഫാനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. BLDC ഫാനെ കുറിച്ച് നിരവധി വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ വളരെയധികം നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കമ്പനി സൂപ്പർഫാനാണ്. സൂപ്പർഫാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഇറങ്ങുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഈ BLDC ഫാൻ. BLDC ഫാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഇലക്ട്രോണിക്സ് ബോർഡിൻ്റെ സഹായത്തോടെ വളരെ കുറച്ച് കറണ്ട് മാത്രം എടുത്ത് നല്ല സൗണ്ട് കുറവും അതുമാണ് ചൂട് കുറവുമുള്ള ഒരു കാറ്റ് തരുക്കുന്ന ഫാനാണ് BLDC ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഫാൻ. നമ്മുടെ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനൊക്കെ കുറച്ചധികം സമയം വർക്ക് ചെയ്യുമ്പോൾ ഫാൻ ചൂടാകുന്നുണ്ട്. BLDC ഫാൻ ഒരിക്കലും ചൂടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടായ കാറ്റ് കിട്ടാനും വളരെയധികം ചാൻസ് കുറവാണ്. BLDC ഫാൻ മേടിക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ റെഗുലേറ്റർ ടൈപ്പ്, അതായത് റിമോട്ട് ഇല്ലാത്ത ഫാൻ മേടിക്കരുത്. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ്റെ സ്പീഡ് കുറയും. ആ സമയത്ത് റിമോട്ടുള്ള ഫാനാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞാലും സ്പീഡ് കുറയുന്നുള്ള ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടുകയേ ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട BLDC ഫാൻ എന്ന് പറഞ്ഞാൽ ആറ്റംബർഗിൻ്റെ റെനേസ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു BLDC ഫാനാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫാനാണെങ്കിൽ നമുക്ക് DC ആക്കി, അതായത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പം സാധിക്കും. ചെറിയൊരു മോഡിഫൈ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ റിമോട്ടും കുറച്ച് സെറ്റപ്പാണ്. എനിക്ക് മൊത്തത്തിൽ ആ ഫാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂപ്പർ ഫാനാണ്. സൂപ്പർ ഫാന് 5 വർഷം വാറണ്ടി ലഭിക്കുന്നു. മറ്റ് കമ്പനികൾക്ക് 3 വർഷം 2 വർഷം ഒക്കെ വാറണ്ടി ഉള്ളൂ. ഈ 5 വർഷം വാറണ്ടി ലഭിക്കാനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ 5 വർഷം വാറണ്ടി തരുന്നുള്ള കാര്യം ഇവർ വാറണ്ടി കാർഡിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൂപ്പർ ഫാൻ്റെ ഒരു വാറണ്ടിയുടെ അനുഭവം പറയാം. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ BLDC ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയി. ഇടിവെട്ടിയപ്പോൾ തന്നെയാണ് കംപ്ലൈൻ്റ് ആയത്. ഉള്ള കാര്യം തന്നെ പറയാം. കമ്പനിയിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ ആ സമയത്ത് അവിടെ ടെക്നീഷ്യൻ വരാൻ സാധിക്കില്ല എന്ന് കമ്പനി പറഞ്ഞു. കമ്പനി നമ്മോട് പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചു, PCB അതായത് അതിൻ്റെ ഇലക്ട്രോണിക്സ് ബോർഡ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അത് ചേഞ്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഓക്കെ അയച്ചു തന്നേക്കെ പറഞ്ഞു. കമ്പനി അയച്ചു തന്നു. നമ്മൾ അതിൻ്റെ ബോർഡ് ചേഞ്ച് ചെയ്തു. സംഭവം ഓക്കെ. കാരണം ഇത് ഇടിവെട്ടൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ബോർഡ് മാത്രമാണ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ആ ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ സംഭവം ഓക്കെ ആയി. ആ ബോർഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫാൻ കൊറിയർ വഴി അതിൻ്റെ മോട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എല്ലായിടത്തൊന്നും ടെക്നീഷ്യന്മാരൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു വാറണ്ടി സെറ്റപ്പ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ 5 വർഷം വാറണ്ടി ലഭിക്കുകയുള്ളൂ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ഫാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്പനിയുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ഇതിൻ്റെ റിമോട്ട് അത്യാവശ്യം വളരെ ചെറിയ റിമോട്ടാണ്. പിന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് പിടിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലുപയോഗിച്ചിരിക്കുന്നത് ബട്ടൺ ടൈപ്പ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സെല്ല് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റിമോട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ ചെറിയ സെല്ലെന്നിട്ട് കാര്യം നടക്കില്ല. ബട്ടൺ ടൈപ്പ് തന്നെ മേടിക്കണം. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. റിമോട്ട് നമ്മുടെ ഭിത്തിയിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അത് 2 സ്ക്രൂ അടിച്ചിട്ട് ഭിത്തിയിൽ വെച്ചാൽ നമുക്ക് റിമോട്ട് AC-യുടെ റിമോട്ട് കേൾക്കണ തന്നെ ഭിത്തിയിൽ തൂക്കിയിടാൻ സാധിക്കും. അതെന്തായാലും കുറച്ച് സെറ്റപ്പാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പിന്നെ ഈ സാധനം ഭിത്തിയിൽ നിന്നൊക്കെ പറക്കിയെടുക്കാനൊക്കെ പോകേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കിടക്കുന്ന അവിടെ തന്നെ കട്ടിലിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വലിയ അധ്വാനം 2 ഫാൻ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഞാനങ്ങനെയാണ് BLDC ഫാൻ റിമോട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കട്ടിൽ നിന്നും കൈ കുറച്ച് നീട്ടിയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയിട്ടോ ഫാൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഫാൻ ഓഫാക്കാനും പറ്റില്ലാത്തതുകൊണ്ട് തന്നെയാണ് പലരും BLDC ഫാൻ എടുക്കുന്നത് എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും ഏകദേശം കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം അങ്ങനെ മാക്സിമം പണിയെടുക്കാണ്ട് തന്നെ കാറ്റ് കൊള്ളുക, ഫാൻ ഓഫാക്കുക, സ്പീഡ് കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഞാനും ഈ കട്ടിലിൻ്റെ അടുത്ത് തന്നെയാണ്, അതായത് നമ്മൾ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റിമോട്ട് വെച്ചിരിക്കുന്നത്.
വളരെ ഈസിയാണ്, പണിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടെടുക്കുക, റിമോട്ട് വെച്ചിട്ട് സ്പീഡ് കൂട്ടുക, വർക്ക് ചെയ്യുക. പിന്നെ ഫാൻ്റെ ലീഫും മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. PCB ബോർഡും വലിയ തരക്കേടൊന്നുമില്ലാത്ത ഒരു ക്വാളിറ്റിയുള്ള PCB ബോർഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഹോസ്പിറ്റൽ, മറ്റേ സ്കൂൾ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മോഡലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ ഫ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഫാൻ്റെ PCB ബോർഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ കുറച്ച് ഫ്യൂസ് അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്ത്, അതായത് സ്കൂള്, ഹോസ്പിറ്റൽ അങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ഇവർ ഫ്യൂസും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇടിവെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഫുള്ളായിട്ട് ബോർഡ് ഡാമേജ് ആവാത്ത രീതിയിൽ അത് ഒരു സെറ്റപ്പ് പരിപാടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. പിന്നെ ഇത് നമ്മൾ സാധാരണ BLDC ഫാനേക്കാൾ കുറച്ചുകൂടെ കാറ്റിന് ഒരു സൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അത് എനിക്ക് തോന്നണേ ആ ഒരു സെറ്റപ്പിലുള്ള ഫാനായതുകൊണ്ട് തോന്നണം. കാരണം മറ്റൊരു സൂപ്പർ ഫാന് ഇത്ര സൗണ്ട് ഇല്ല. പക്ഷെ അവിടെ ആറ്റംബർക്കിനേക്കാളും കുറച്ച് സൗണ്ട് കൂടുതലുണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ സൂപ്പർ ഫാൻ്റെ മോഡൽ ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ ഇതുവരെ നമ്മളെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ എല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളു.